പുല്ലുവെട്ടി ജീവിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രഷ് കട്ടറിൻ്റെ മെയിൻ്റെനൻസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 3 ടിപ്സ് ഇതിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ബ്രഷ് കട്ടർ ദീർഘനാൾ കേടുവരാതെ ഇങ്ങനെ ഓടിച്ച് മുന്നോട്ട് പോകാം, നമുക്ക് പണി സൈറ്റിൽ നിന്ന് മടങ്ങാതെ അപ്പോൾ നോക്കാനുള്ള 3 ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യം നമ്മൾ നോക്കുന്നത് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ നമ്മളൊരു പൊടിയുള്ള അന്തരീക്ഷത്തിലൊക്കെ പണിയുകയാണെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് അഴിക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് പണിക്ക് മെഷീൻ നിർത്തി കഴിയുമ്പോൾ ചെയ്താലും മതി, രാവിലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ഇടയ്ക്ക് നിർത്തി കഴിയുമ്പോൾ മെഷീൻ അപ്പോൾ റെസ്റ്റ് ആവും. ഇങ്ങനെ ഈ എല്ലെങ്കിൽ വെച്ച് ചെറിയ എല്ലെങ്കിയാണ് ഇങ്ങനെ എയർ ഫിൽറ്റർ ഇതാക്കുക, അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇതാണ് നമ്മുടെ സ്പോഞ്ച് ടൈപ്പ് എയർ ഫിൽറ്റർ വരുന്നത്. ഇപ്പോൾ കണ്ടത് നല്ല പൊടിയുണ്ട്. ഇപ്പോൾ 2 ദിവസം പണിതേ ഉള്ളൂ. അപ്പം നാളത്തെ പണിക്ക് വേണ്ടി നമ്മളിതൊന്നും തട്ടി ക്ലീൻ ആക്കിയാൽ മതി. ഇനിയിപ്പം ഒരാഴ്ചയൊക്കെ പണി നമുക്ക് വേണമെങ്കിൽ ഡീസലിലൊക്കെ ഒന്ന് മുക്കി പിഴിഞ്ഞ് ഉണക്കി വേണം യൂസ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ സോപ്പിൽ കഴിയാനെങ്കിലും ഒന്ന് ഉണക്കി വേണം യൂസ് ചെയ്യാൻ. ഇപ്പം ഞാൻ എളുപ്പം ചെയ്യാൻ വേണ്ടി തൂത്ത് കളഞ്ഞേ ഉള്ളൂ. എപ്പോഴും കഴിയണമെന്നില്ല. ഇത് ക്ലീൻ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു എയർ ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് അകത്തോട്ട് വലിച്ച് കറിക്കാനുള്ളൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഓയിലൊക്കെ ഉണ്ട്. ഓയിലൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ക്ലോത്ത് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കരിയോ കാര്യങ്ങളോ ഇല്ല. ഒരുപാട് കാലം ഓടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കരിയൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെ ഇതങ്ങോട്ട് കയറ്റി വെക്കുക, സ്പോഞ്ച് നേരെ കയറ്റി വെക്കുക. അതിനുശേഷം ഇതങ്ങ് മുറുക്കുക. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട ഒരു ടിപ്പ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് വരുന്നത് നമ്മുടെ സ്പാർക്ക് പ്ലഗിനെയാണ്. അത് ആരും നോക്കാത്തൊരു കാരണം, എല്ലാവരും സ്റ്റാർട്ട് ആവുന്നില്ല മാത്രമേ പ്ലഗിനെ പറ്റി നോക്കാറുള്ളൂ. അപ്പം നമ്മളിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലഗ് ഒരു മാസം അല്ല ഒരു 2-3 ആഴ്ച കൂടുമ്പം ഒരു 50 മണിക്കൂറൊക്കെ ഒന്ന് മാറേണ്ട കാര്യമില്ല, ഒന്ന് ക്ലീൻ ചെയ്തിടണം. ഒന്ന് പെട്രോളിൽ മുക്കി ക്ലീൻ ചെയ്തിടുക. ഇതിപ്പോൾ വലിയ കുഴപ്പം, ഞാൻ ഈയിടെ ക്ലീൻ ചെയ്ത് ഇട്ടയാണ്. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരുപാട് ഓടിക്കുമ്പോൾ ഇതുപോലൊക്കെ ഇരിക്കും. ഇതൊക്കെ പ്ലഗ് മാറേണ്ട പ്ലഗുകളാണ്. ഇതൊക്കെ ഇട്ട മെഷീൻ നമ്മൾ നോക്കുമ്പോൾ സ്പാർക്ക് അടിക്കുമ്പോൾ പുറത്ത് വെച്ച് നോക്കുമ്പം പക്ഷേ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരും. ഇതുപോലുള്ള പ്ലഗ് അല്ലെ പ്ലഗ് ഒരു പുത്തൻ പ്ലഗും കിട്ടാം. ഒരു 110-120 രൂപയ്ക്ക് ഒരു പ്ലഗിന് വരത്തുള്ളൂ. ഇതിപ്പോൾ ഒരു പുതിയ പ്ലഗാണ്. അപ്പോൾ ഞാനൊരു സ്പാർക്ക് പ്ലഗ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ചെറിയൊരു അടപ്പിലോട്ട് ശകലം പെട്രോൾ വേണേൽ കുറച്ച് വലിയ അടപ്പ് എടുക്കാം. പെട്രോൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ പ്ലഗ് അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ ഒന്ന് മുക്കിയൊന്ന് കറക്കിയാൽ മതി. അപ്പോൾ തന്നെ അതിലെ കരിയൊക്കെ ഒന്ന് അലുത്ത് വരും. പെട്രോളിൽ തന്നെ ക്ലീൻ ചെയ്യുക, അല്ലാതെ ഉരയ്ക്കുകയൊന്നും ചെയ്യല്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഡിസ്റ്റൻസ് മാറിയ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റൊക്കെ കറക്റ്റ് സ്പാർക്ക് അടിക്കാതെ വരും. അപ്പം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ഇങ്ങനെ തുടച്ചാൽ വേണ്ടോ, ഒരു കരിയൊക്കെ കളയും. ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത പ്ലഗ്ഗാണ്, ഞാൻ കാര്യമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് തിരിച്ചങ്ങ് ഫിറ്റ് ചെയ്തേക്കാം. പിന്നെ പ്ലഗ് ടൈറ്റ് ചെയ്യുമ്പോൾ മാക്സിമം പ്ലഗ് സ്പാനർ വെച്ച് ഫുള്ള് ടൈറ്റ് ചെയ്യാൻ നോക്കുക. കൈ കൊണ്ട് മാത്രം മുറുക്കിയാൽ പോരാ, കാരണം അതിൻ്റെ അവിടെ ത്രെഡ് ലൂസാണെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു രക്ഷയില്ല, നമുക്ക് സിലിണ്ടർ മാറേണ്ടി വരും. അപ്പം ഇങ്ങനെ നമ്മളൊന്ന് ടൈറ്റാക്കി വെക്കുക. അതിനുശേഷം പ്ലഗിൻ്റെ ഗ്യാപ്പോടെ കയറ്റിങ് അടയ്ക്കുക. അപ്പോൾ നമ്മുടെ പ്ലഗിൻ്റെ രണ്ടാമത്തെ ടിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് വരുന്നത് ഗ്രീസിങ് പോയിൻ്റ്. ഇവിടെ ഗിയർ ബോക്സ് ആണ് നമ്മുടെ അറ്റത്ത്. ടാപ്പാങ്കോ അല്ലെ ബ്ലേഡ് വെക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ഈ വലിയ നെട്ടാണ് നമ്മൾ അഴിക്കേണ്ടത്. ഇതല്ല, ഇത് റോഡെ ഫിറ്റ് ചെയ്യുന്നതാണ് ഗിയർ ബോക്സിൻ്റെ ഇത് അസംബ്ലി. ഈ നെട്ടാണ് വരുന്നത്. അത് നമ്മൾക്കൊന്ന് വലിയ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ കിറ്റി വരുന്ന വലിയ അല്ലെങ്കിൽ ഉപയോഗിച്ച് അഴിക്കുക. ഇത് അഴിക്കുമ്പോൾ ഒരുപാട് ബലം പിടിച്ചഴിക്കേണ്ട കാര്യമില്ല. ഇത്രയുള്ള അഴിച്ച പിന്നെ ഇവിടെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി കളയുക. അതിനുശേഷം നമ്മൾ ഗ്രീസ് അടിക്കുക. ഗ്രീസ് നമുക്ക് 2 രീതി അടിച്ചു. ഇതിപ്പോൾ ഇങ്ങനെ ചെറിയ പാക്കറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് സിറിഞ്ചിൻ്റെ ആവശ്യം വരുന്നില്ല. ഇച്ചിരി വണ്ണമുള്ള സിറിഞ്ചി വേണം കയറ്റിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുക. അല്ല ഇതുകൊണ്ട് ഇതിങ്ങനെ വെച്ച് തന്നെ ഇങ്ങോട്ട് മുട്ടിച്ച് വെക്കുക. ശേഷം നേരെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഗ്രീസ് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചൊന്ന് തിരിച്ചതിന് ശേഷം ഒരു വട്ടം കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കുക. ശേഷം ഗ്രീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീസ് കയറിയിട്ടുണ്ട്. അതിന് ശേഷം ആ ഞെട്ടതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ബലം മതി, ഓവർ ടൈറ്റ്. കാരണം നമുക്ക് ഇടയ്ക്കൊക്കെ അഴിക്കേണ്ടി വരുന്നത്, ഇതിൻ്റെ ത്രെഡ് പോകും. ചെറിയൊരു ടൈറ്റ് മതി, ഊരിപ്പോത്തൊന്നുമില്ല. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് വരുന്നത്. അടുത്ത നാലാമതായിട്ട് നമുക്കൊരു ബോണസ് ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പുൽവെട്ടി യന്ത്രവും പണി കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന പെട്രോള് നമ്മൾ അന്നന്ന് തന്നെ ഊറ്റി വെക്കുക. ഇപ്പം നാളെ പണി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം 2 ദിവസം കഴിഞ്ഞുള്ളിൽ ഒരാഴ്ച കഴിഞ്ഞുള്ളെങ്കിൽ പരമാവധി ടാങ്കിൽ പെട്രോൾ വെക്കാതെ ഊറ്റി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓസ് കാർബോട്ട് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതുമായ ഓവർഫ്ലോയും ഓസുകൾ കട്ടിയായിട്ട് നമ്മൾ പണിക്കിടെ പൊട്ടി വലിയ തലവേദനയാകും. കാരണം ലീക്കായി പിന്നെ ഇതൊക്കെ മാറാൻ സമയമെടുക്കും.
ഒരു ബീഡിങ് ഡാമേജ് ആയിപ്പോൾ ഈ കട്ടി പിടിക്കും റിജിഡായിട്ട് ആ വാഷറിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി പോയിട്ട് ക്രാക്കായി ലീക്ക് വരും. ഇപ്പോൾ പെട്രോളിൽ എഥനോളിൻ്റെ അളവ് കൂടിയുണ്ടാകുന്നത് ഇപ്പോൾ കംപ്ലൈൻറ്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കന്നാസിലേക്ക് ചോർപ്പ് ഉപയോഗിച്ച് നമുക്ക് ഊറ്റി വെക്കും. ഇപ്പോൾ ഞാൻ ഊറ്റി കാണിക്കുന്നില്ല, ഇപ്പോൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. പിന്നെ നമ്മൾ 1 ലിറ്റർ പെട്രോളിൽ 2 സ്ട്രോക്ക് മെഷീനിൽ ഓയിൽ ഒഴിക്കണമെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ 2T ഓയിലുകൾ പമ്പിൽ നിന്ന് കിട്ടുന്ന ഓയിലാണ് പരമാവധി ഈ യെല്ലോ കളർ ഓയിൽ യൂസ് ചെയ്യാൻ നോക്കുക. ഗ്രീൻ കളർ അത്ര ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഗ്രീൻ കളർ വെച്ചാൽ ലൂബ്രിക്കേഷൻ കുറവാണ്. മെഷീൻ ചൂടായി കഴിയുമ്പോൾ അവിടെ പിസ്റ്റൺ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു വട്ടം പച്ച കളർ ഓയിൽ പമ്പിൽ നിന്ന് ഒഴിച്ചപ്പം പിസ്റ്റൺ പിടിച്ചതാണ് ഇതൊക്കെ. ഇപ്പം നമ്മളിതിനെ പച്ച കളർ മാറ്റി നല്ല ഓയിലാണ് പമ്പിൽ നിന്ന് മേടിക്കുക. ഇത്രയും ഓയിൽ കിട്ടുന്ന പമ്പിൽ നിന്ന് നമ്മൾ ഓയിൽ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെഷീൻ ഓടും. പിന്നെ നിങ്ങൾ 50 മില്ലിയാണ് ഒഴിക്കേണ്ടത്. 40 തൊട്ട് 50 ഒഴിക്കാം. CC കൂടി 52 ആണെങ്കിൽ 50 മില്ലി 1 ലിറ്ററിന് ഒഴിക്കാം. പിന്നെ ഇത്തരം ഓയിലുകൾ മേടിച്ച് ഒഴിക്കാതിരിക്കും. ഇതിപ്പോൾ 2T ഓയിലാണ്. ഇത് ഒഴിച്ചാണ് ഇത് പിസ്റ്റൺ പിടിച്ച മെഷീൻ. ഇത് ഒഴിച്ച് ഞങ്ങൾ 1 മണിക്കൂർ വർക്ക് ചെയ്തോളൂ. അപ്പോൾ തന്നെ പിസ്റ്റൺ പിടിച്ച് മെഷീൻ ഓഫായി. ഇത്തരം ഓയിലുകൾ ഒഴിക്കാതിരിക്കും. ഇതിപ്പോൾ 2T ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ലോക്കൽ ഓയിലാണ്, പച്ച കളറാണ്. കാണിച്ചു തരാം. അത് നിങ്ങളിപ്പോൾ അസ്കവർണ സ്റ്റീലിൻ്റെ നല്ല ഓയിലുകൾ യൂസ് ചെയ്യുക. ഇതിപ്പോൾ കണ്ടോ ഗ്രീൻ കളർ, അധികം കൊള്ളാത്ത ഓയിലാണ്. കണ്ടോ നല്ല പച്ച കളറാണ്. നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ കാർബണേറ്റർ അടി വരുന്ന പ്രൈമിങ് ബൾബ് അത് കണ്ട് ഇത് പൊട്ടിപ്പോയതാണ്. എളുപ്പം പോയി. നമ്മളിപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ. കാരണം എഥനോളിൻ്റെ അംശം പെട്രോൾ ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് നേരത്തെ അംശം കൂടി എഥനോളിൻ്റെ അളവ് E20 പെട്രോൾ. അപ്പം നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഈ റബ്ബർ മെറ്റീരിയലൊക്കെ എളുപ്പം ഡാമേജ്. അപ്പം അത് നമ്മൾ ഊറ്റി തന്നെ മെഷീൻ സൂക്ഷിച്ച് വെക്കുക. അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ ബോണസ് ടിപ്പായിട്ട് വരുന്നത്. ഈ 3 ടിപ്സുകൾ. ഒന്ന് എയർ ഫിൽറ്റർ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 8-10 മണിക്കൂർ കൂടുമ്പം ക്ലീൻ ചെയ്യുക. രണ്ടാമത് പ്ലഗ് ഒരു 50 മണിക്കൂർ നമ്മൾ പെട്രോൾ മുക്കി ക്ലീൻ ചെയ്യുക. പിന്നെ ഒരു 100 മണിക്കൂറാകുമ്പോൾ പ്ലഗ് മാറ്റി കളയുക. ഒരു 100 രൂപയുടെ കേസേ വരുന്നുള്ളൂ. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ഗ്രീസിങ് പോയിൻറ്റ് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതൊരു 20 മണിക്കൂർ കൂടുമ്പം ഗ്രീസ് ചെയ്താലും മതി. അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ ടിപ്പായിട്ട് വരുന്ന പെട്രോൾ ഊറ്റി വെക്കുന്നതും. പിന്നെ ഓയിൽ മിക്സ് 1 ലിറ്റർ പെട്രോളിന് 50 മില്ലി 40 തൊട്ട് 43 CC ആണെങ്കിൽ 40 മില്ലി തന്നെ മതി. അപ്പം നമ്മൾ നോക്കുക സൈലൻസർ കൂടെ നല്ലതായിട്ട് കരി വരുന്ന രീതിക്ക് എടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ടിപ്പിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ പുല്ലുവെട്ടി ജീവിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.